ഹായ്, ഇന്ന് നമുക്ക് ഒരു ചെറിയ ഒരുപാട് മൂക്കാത്ത വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വട്ടത്തിലരിഞ്ഞ് മെഴുക്ക് വറ്റാനുള്ള പ്ലാനിലാണ്. അതിലേക്ക് ഞാനൊരു സവാള, ചെറിയ ഉള്ളിയും അരിഞ്ഞിടാം. ഇതിൽ ഞാനൊരു സവാള, എൻ്റെ ഇപ്പോൾ ഒരു സവാള ഉണ്ടായിരുന്നു, അപ്പോൾ അതും പച്ചമുളക്, എരിയുള്ള പച്ചമുളക്, കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത്ര അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് നല്ലതായിട്ട് അതിലെ ആ ഒരു കൊഴുപ്പ് വെള്ളമായി ഒന്ന് മാറുന്ന വരെ ഇളക്കണം. ഇളക്കി തോർത്തി അങ്ങനെയും വേവിച്ചെടുത്താലും കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ഞാനൊന്ന് ഒരാവി കയറ്റി, ഒരാവിയിൽ വെന്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റായിരിക്കും. ഞാനകത്തേക്ക് മുളകൊന്നും അടിച്ചില്ല. ഈ ഒരു മുളകിൻ്റെ, ഈ പച്ചമുളകിൻ്റെ ഒരു എരി മാത്രമേ ഉള്ളൂ. ഒരു കാൽ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയായിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് ഞാനൊരു ആവി കയറ്റും. അപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് വെന്ത് നല്ല ഒരു കൂട്ടുമാതിരിയാവും. നമുക്ക് തനിയെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആവി കയറ്റാതെ അങ്ങനെ നിരത്തിയിട്ട് തുറന്ന് വെച്ച് തന്നെ തോത്തിതെടുത്താലും അങ്ങനെയും എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ശകലം മുളക് പൊടിയൊക്കെ ഇട്ടാലും നല്ലതാണ്. ഇത് ഞാനൊരു 5 മിനിറ്റ് കൂടെ വയ്ക്കില്ല. ലൈറ്റ് ആവി കയറുമ്പോഴത്തേക്കത് ഒരുവിധം അങ്ങ് നല്ലതായിട്ട് വെന്ത പോലാവും. ഇത് ലഞ്ചിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കും. ഇത് മാത്രം കൂട്ടിയാലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെന്ത് കൊഴിയും. പിന്നെ അത് ആ ഒരു കൊഴുപ്പ് മാതിരി ഉള്ളത് നമ്മളിങ്ങനെ നിരത്തിയിട്ട് ഇച്ചിരി തീ കൂട്ടി വെച്ച് ഒന്ന് തോത്തി എടുത്തിട്ട് തീ കുറച്ച് നേരം കൂടെ വയ്ക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ പ്രസവ സമയത്ത് വേറെ കറികളൊന്നും കൂട്ടാത്തപ്പോൾ ഇങ്ങനെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അച്ചങ്ങ പയർ മെഴുക്ക് പുരട്ടി, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അമ്മയൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇതിലാണ് ഞാനിത് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തോർത്തിയെടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാർ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.